നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംവിധായകൻ തുളസീദാസ് മോശമായി തന്നോട് പെരുമാറി എന്ന് വെളിപ്പെടുത്തി നടി ഗീത വിജയൻ 1991 ചാഞ്ചാട്ടം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് ഗീത വിജയൻ പ്രതികരിച്ചു. തനിക്ക് മാത്രമല്ല ശ്രീദേവിക എന്നൊരു നടിക്കും തുളസീദാസിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഗീത പറയുന്നു. കഥകിൽ തട്ടുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതികരിച്ചതിന്റെ പേരിൽ തനിക്ക് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നും ഗീത വിജയൻ പറയുന്നു. ഗീതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 1991 എനിക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ചാഞ്ചാട്ടം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഇത്. തുളസീദാസ് ആണ് സംവിധായകൻ. ഇതേ തുളസീദാസ് തന്നെ ശ്രീദേവിക എന്നൊരു നടിക്ക് നേരെയും മോശമായി പെരുമാറി. 2006 അത്. ആ സമയത്ത് ഞാൻ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. പ്രതികരിക്കേണ്ട സമയത്ത് ഞാൻ കൃത്യമായി പ്രതികരിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഡേറ്റ്സ് ഒക്കെ വേസ്റ്റ് ചെയ്ത് എന്നെ റൂമിൽ ഇരുത്തിയിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എതിരെ സംഭവിച്ചുവെന്ന് ഗീത വിജയൻ പറയുന്നു. അതിനിടെ ഗീത വിജയൻ ഉയർത്തിയ ആരോപണങ്ങൾ നിഷേധിച്ച് സംവിധായകൻ തുളസീദാസും രംഗത്തെത്തി. താൻ ഒരിക്കലും ഗീത ആരോപിക്കുന്നത് പോലെ പെരുമാറിയിട്ടില്ലെന്നാണ് തുളസീദാസ് പറയുന്നത്. 1991 ചാഞ്ചാട്ടം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്നാണ് ഗീത വിജയൻ പറഞ്ഞത്. എന്നാൽ അന്ന് തന്റെ സെറ്റിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. എന്റെ കരിയറിന്റെ തുടക്കകാലമാണ് അത്. അന്നത്തെ കാലത്ത് സിനിമ ചെയ്യണം, രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിരിക്കുന്ന കാലമാണ്. അത്തരം കാര്യങ്ങൾ ചിന്തിക്കുക പോലുമില്ലെന്ന് തുളസീദാസ് പറയുന്നു. ഉർവശി അടക്കം മുതിർന്ന താരങ്ങൾ ആ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നും അവർക്കൊന്നും പ്രശ്നങ്ങൾ നേരിട്ടില്ല. മാത്രവുമല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ താരങ്ങളെല്ലാം സന്തോഷത്തോടെയാണ് മടങ്ങിയത്. ഇത്രയും വർഷം കഴിഞ്ഞ് ഈ ആരോപണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അറിയില്ല എന്നും തുളസീദാസ് പറഞ്ഞു. തനിക്കെതിരെ അമ്മയിൽ ഞാൻ ചാണ്ടിയുടെ മകൻ എന്ന ചിത്രത്തിലെ നായിക പരാതി കൊടുത്തതായി വാർത്ത കണ്ടു. എന്നാൽ അമ്മയിൽ ഇത്തരം ഒരു പരാതി പോയതായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല എന്നും തുളസീദാസ് പറഞ്ഞു. അതേസമയം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റും വെളിപ്പെടുത്തി. ആലുവയിലെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും 2019 സംഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞു. അമ്മ സംഘടന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖിന് പകരം ബാബുരാജിനെ പരിഗണിക്കുന്നതിനിടയിലാണ് പുതിയ ആരോപണങ്ങൾ ഉയർന്നത്. വിഷയം നേരത്തെ കൊച്ചി DCP ആയിരുന്ന ഇപ്പോഴത്തെ മലപ്പുറം SP S ശശിധരനോട് പറഞ്ഞിരുന്നുവെന്നും യുവതി പറഞ്ഞു. സംവിധായകൻ ശ്രീകുമാർ മേനോനും മോശമായി പെരുമാറിയെന്നും അവർ പറഞ്ഞു. നിലവിൽ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് നടൻ ബാബുരാജ്. ഇദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. നാടക പ്രവർത്തക കൂടിയായ നടി സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു സിനിമയിൽ അവസരമുണ്ടെന്നും അണിയറ പ്രവർത്തകരെല്ലാം തന്റെ വീട്ടിലുണ്ടെന്നും പറഞ്ഞ് ബാബുരാജാണ് തന്നെ വീട്ടിലേക്ക് വിളിച്ചതെന്ന് യുവതി പറയുന്നു. എന്നാൽ യുവതി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബാബുരാജ് പിന്നീട് ഇവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി പറഞ്ഞത്. സംഭവത്തിൽ രഹസ്യമൊഴി നൽകാനും താൻ തയ്യാറാണെന്നും ഇവർ പറയുന്നു.